മുൻ പ്രതിപക്ഷ നേതാവും AICC അംഗവുമായ രമേശ് ചെന്നിത്തല സാമൂഹിക നേതാക്കളുമായി ഇപ്പോൾ കാട്ടുന്ന അടുപ്പം പല രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി 11 വർഷങ്ങൾക്ക് ശേഷം NSS വേദിയിൽ എത്തിയതുമെല്ലാം വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. പട്ടിക്കാട് ജാമ്യയുടെ 60ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് രമേശ് ചെന്നിത്തല മലപ്പുറത്തെത്തിയത്. ആ സമയത്തായിരുന്നു കൂടിക്കാഴ്ച. പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് ജാമ്യ അധ്യക്ഷൻ. അതിനാൽ തന്നെ രമേശ് ചെന്നിത്തലയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലൂടെ ലീഗും കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. സമസ്തയുടെ സ്ഥാപനമാണ് ജാമ്യ. നേരത്തെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് NSS, SNDP എന്നിവർ പിന്തുണച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സമസ്തയുടെയും അതിനൊപ്പം മുസ്ലിം ലീഗിന്റെയും പിന്തുണ ചെന്നിത്തല ഉറപ്പാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ചെന്നിത്തലയുടെ ഈ നീക്കം. 2026-ലാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനുള്ള കരുനീക്കം ചെന്നിത്തല ഇപ്പോഴേ തുടങ്ങിയതാണ് വിവരം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് കോൺഗ്രസിൽ നേതൃമാറ്റമുണ്ടായത്. ഇതോടെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം തെറിച്ച ചെന്നിത്തല ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും പാർട്ടിയിലും രമേശ് ചെന്നിത്തല വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. VD സതീശനും K സുധാകരനും നേതൃനിരയിലേക്ക് എത്തിയതോടെയാണ് കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറിയത്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇതിനെതിരെ യോജിച്ച് പോരാടാൻ നീക്കം നടത്തിയിരുന്നു. അതിനിടെ ഉമ്മൻചാണ്ടി അനാരോഗ്യത്തിലേക്കും പിന്നീട് മരണത്തിലേക്ക് കടന്നു. ഉമ്മൻചാണ്ടിയുടെ അനുയായികളുടെ പിന്തുണയും ഗ്രൂപ്പിനതീതമായി ചെന്നിത്തലയ്ക്കുണ്ട് എന്നാണ് വിവരം. അതിനിടെ സുധാകരനെ ഒതുക്കി പാർട്ടി പിടിക്കാനുള്ള സതീശന്റെ നീക്കത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ വികാരമുണ്ട്. ഇതെല്ലാം കണക്കുകൂട്ടിയുള്ള നീക്കമാണ് ചെന്നിത്തല നടത്തുന്നത്. വിവിധ സമുദായ സംഘടനകളുടെ പിന്തുണ ഇതിനോടകം ചെന്നിത്തല നേടിക്കഴിഞ്ഞു. 11 വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തെത്തിയതടക്കം ഇതിന്റെ ഭാഗമായാണെന്നാണ് കണക്കുകൂട്ടുന്നത്. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ കോൺഗ്രസിലെ ആഭ്യന്തര യുദ്ധത്തിൽ ലീഗ് പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ സതീശനേക്കാൾ ചെന്നിത്തലയാണ് ലീഗ് സ്വീകരിക്കുക എന്നാണ് വിവരം. മുഖ്യമന്ത്രിയെ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുമുള്ള പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും അതിനായുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ സജീവമാണ്.